നമ്മൾ ചെറുതാണെങ്കിലും നമ്മുടെ മേൽ തന്നിരിക്കുന്ന സ്തോത്രം വാഗ്ദത്തം വലുതാണ്. നമ്മിൽ പകർന്നിരിക്കുന്ന വിശ്വാസം വലുതാണ്. ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം. ദൈവമക്കളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം തന്നതാ. ലോകത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസം ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല, ദൈവം തന്നതാ. എന്തിനാണെന്നറിയോ? ആ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട്. കാഴ്ചയിലല്ല ഇന്നു മുതൽ നീ ജീവിക്കേണ്ടത്. ഇന്നു മുതൽ നീ ജീവിക്കേണ്ടത് വിശ്വാസത്താല. ഹല്ലേലൂയ. എല്ലാ മനുഷ്യർക്കും വിശ്വാസമുണ്ട്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം ദൈവം തന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്ന് എന്നെ തളർത്താൻ നോക്കണ്ട. കാരണം ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. പോരാടാൻ ഞാൻ നിന്നു കൊടുത്താൽ ഞാൻ ഒറ്റയ്ക്കല്ല പോരാടുന്നത്, എന്നോടുകൂടെ പോരാടുന്ന ഒരു ദൈവമുണ്ട്. എന്താ നിന്നോടുകൂടെ പോരാടുന്ന ഒരു ദൈവം? ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ യുദ്ധം ചെയ്യണ്ട, യുദ്ധം എനിക്കുള്ളതാ. എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ നിന്ന് ഒരു അണുവിട പിന്നോട്ട് നിൽക്കരുത് ദൈവമായതല്ലേ. കാരണം ദൈവം നമ്മെ പരമേൽപ്പിച്ചതാ. അല്ലെ, വിശ്വാസത്തിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ തുടർന്ന് വിശ്വാസത്തിലേ മരിക്കത്തുള്ളൂ. തല പോകേണ്ടി വന്നാലും വിശ്വാസത്തെ തള്ളിപ്പറയത്തില്ല. ഈ ദൈവത്തെ തള്ളിപ്പറയത്തില്ല. ഈ ദൈവത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് മാറത്തില്ല. ഹല്ലേലൂയ. എന്ത് നഷ്ടം വന്നാലും. ഞാൻ സമയം പോലെ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ സ്തോത്രം, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം. ഓക്കെ, 23-ാമത്തെ വാക്യത്തിലാണ്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും, നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുക. യോശുവയോട് പറഞ്ഞതുപോലെ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ മോശയോട് കൂടെ ഇരുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം തരാമെന്നും ഈ ജാതികളെല്ലാം നീക്കിക്കളയുമെന്നും ഇത് കൈവശം തരാമെന്ന് പറഞ്ഞ് ദൈവം മിണ്ടാതിരിക്കുന്ന ദൈവമല്ല. നീ അതിനുവേണ്ടി സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ദൈവം പറയാ, നാളെ നീ അതിശയം കാണും. ഇതിനു മുമ്പേ നീ ഈ വഴി പോയിട്ടില്ല. ഇപ്പൊ നിന്നെ കൊണ്ടുപോകുന്ന വഴി അതിശയം നിറഞ്ഞ വഴിയാ, അത്ഭുതം നിറഞ്ഞ വഴിയാ. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും വേണ്ടി അത് ചെയ്യുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ.